ഫ്രണ്ട്സ്, ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലുള്ള ജയ്സാൽമീർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുൽധാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേത ഗ്രാമത്തിലേക്കാണ്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ഗ്രാമത്തിലെ വീഡിയോസിലേക്ക് നമുക്ക് പോകാം. जय बाबा से अच्छा उधर जा रहे हैं. राम नाम क्या है? राम देवोडा. हाँ, राम देवोडा. अच्छा, ये सभी दिन में नहीं, ये महीने में. ये महीने में, इसी महीने में यहाँ प्रदान है. सब जाते हैं. ഇന്നത്തെ പ്രത്യേകത आज का प्रत्येकता क्या है? आज रक्षाबंधन का दिन है ना? हाँ. उसके कोई नहीं. आज रक्षाबंधन है. पूनम का दिन है. पूनम. हाँ, पुण्यम. बांधते ने कोई. लेकिन हम तो अभी 7 दिन हुआ. 7 दिन. आप कहाँ से आ रहे? खंबात से, आनंद जिले में. आनंद, गुजरात से. आनंद डिस्ट्रिक्ट से आ रहा है. हाँ. अच्छा. 350 किलोमीटर पैदल चल के आया. वहाँ पैदल जाना पड़ा. पैदल ही जाना है? नहीं. गाड़ी लेके जाए थे. ये कुछ पैदल जाना है तो पैदल ही जा सकते हैं. हमारे मन को कुछ शांति मिलते हैं. नहीं, तुम गाड़ी लेके जाते तो गाड़ी भी लेके जाओ. पैदल जाते तो पैदल जाना पड़ेगा. अपनी मर्जी हो तो पैदल जाना है पैदल जाओ. अपने गाड़ी लेके जाना है तुम गाड़ी लेके जाओ. वो जैसलमेर है ना? जैसलमेर. जैसलमेर जा रहा है. वहाँ ही आया उसका मंदिर. धन्यवाद. राजस्थान में. धन्यवाद. हम उधर जा रहे हैं. हम केरल से आए. केरल से. आपका नाम क्या है? मेरा नाम राजू भाई. आपका नाम? अन्ना भाई. कन्हैया लाल. धन्यवाद. ജയ്സാൽമീറിലെ ഇതിന്റെ ഒരു മന്ദിരമുണ്ട്. രാംധാൻ എന്നാ പറഞ്ഞത്. എനിക്ക് കൃത്യമായ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് അറിയില്ല. അവര് ആനന്ദ് ജില്ലയിൽ നിന്നാണ് വരുന്നത്, ഗുജറാത്തിൽ നിന്ന്. 7 ദിവസമായി നടത്തം തന്നെയാണ്. വണ്ടിയിൽ വേണേലും വരാം. അത് ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ടാണെന്നാ പറഞ്ഞത്. നമ്മളിപ്പോ ശബരിമലയ്ക്ക് നടന്നുകൊണ്ട് ശബരിമലയ്ക്ക് നടന്നു പോണേ. പക്ഷെ ഇനിയിപ്പോ എന്തായാലും നമുക്ക് ജയ്സാൽമീറിൽ ചെല്ലുമ്പോ കാണാം. ഈ മാസം ഒരു ബന്ധമില്ല. അല്ല, അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ മാസം വളരെ പുണ്യമായ മാസമാണ്. അതുകൊണ്ടാണ് നിറയെ ആളുകളെ നിങ്ങൾക്ക് ജയ്സാൽമീറിൽ എത്തുമ്പോ കാണാമെന്നാണ് പറഞ്ഞത്. അല്ലെ മുസ്തഫ ഭാഷ? നടന്നിട്ട് വണ്ടിയിലൊക്കെ ആയിട്ട് പോകുന്നതാണ്. സുനിൽ ഭാഷയുടെ പതാക നന്നായിട്ട് നോക്കിയോ? ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലെ? പച്ചയും കാവിയും കാൽപാദം. അതെ, ഈ ബാബാറില്ലേ സിർദിയിലൊക്കെ അല്ലേ, അതുപോലത്തെ ഒരു എന്താ പറയാ ഇഡോൾ, അതാണ് തോന്നുന്നത് എനിക്ക്. നമ്മുടെ എന്താണ് ടിബറ്റിലെ ദലൈലാമയ്ക്കല്ലേ അതേപോലെ ആരാധിക്കുന്ന ഒരു ഇതാവും. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ, ഇപ്പോ പട്ടേലോ ഗുജ്ജറ് അല്ലെങ്കിൽ മറ്റെന്താ രാജസ്ഥാനിലൊന്നും കൂടി ഉണ്ടല്ലോ, ജാട്ട്, അങ്ങനെയുള്ള ഏതെങ്കിലും ചില പ്രത്യേക ആളുകളുടെ ആയിരിക്കാം. ആകാതെയും ഇരിക്കാം. ഓക്കെ. അങ്ങനെ നമ്മള് ഗുജറാത്ത് സംസ്ഥാനത്ത് നിന്ന് ഇതാ ഇപ്പോ രാജസ്ഥാൻ സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇനിയും ജയ്സാൽമീറിലേക്ക് 306 കിലോമീറ്റർ ഉണ്ട്. ഇതൊക്കെ ഇവിടേക്ക് പോകുന്ന ആൾക്കാരുടെ ആയിരിക്കും അല്ലേ? അതെ, അവിടേക്ക് പോകുന്ന ആളുകൾ. മരം കയറ്റി വന്ന ലോറിയാണത് അല്ലേ പക്ഷേ? നമുക്ക് വണ്ടിയുടെ പിന്നില് 2 വണ്ടി ഒരുപോലെ വരുന്നുണ്ട്. കണ്ടോ? ഇത് കണ്ടോ? ആകെ ലോഡ് 2 അല്ല 3 എണ്ണം. കണ്ടോ? ഫുള്ള് ലോഡായിട്ടാ വരുന്നത്. ഇതെങ്ങനെ ഡ്രൈവർക്ക് മാനേജ് ചെയ്യാൻ പറ്റണമെന്ന് അറിയാം. മുസ്തഫ മാഷേ, നമ്മൾ ഇത്തരത്തിലുള്ള വണ്ടി നേരത്തെയും കണ്ടു. ഫുൾ ലോഡാണ് അല്ലേ? എന്താണ് അതൊന്നും മനസ്സിലാവണില്ല. രാവിലെ ഒരു 5:30 തുടങ്ങി സ്റ്റാർട്ട് ചെയ്താണ് യാത്ര ഇന്നത്തെ. അപ്പം നമ്മൾ രാജസ്ഥാൻ ബോർഡറൊക്കെ കഴിഞ്ഞ് രാജസ്ഥാനിലെത്തിപ്പോൾ. രാജസ്ഥാനിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. എന്താന്ന് ഇവിടെ ഉള്ളതെന്ന് വെച്ചോട്ടെ. ഹോട്ടലൊക്കെ അത്യാവശ്യം സെറ്റപ്പ് ഉണ്ട്. ഫുഡ് എന്താന്നുള്ള മാഷ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എന്തുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. തപ്പാൻ പോയേക്കാണ് ഇവിടുത്തെ ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് പൊറോട്ട വിത്ത് കേഡ് ആൻഡ് പിക്കിൾ.
ഇന്നലെ കഴിച്ചത് തീരുമാനമായി കിട്ടുകൊണ്ട് ഇന്ന് കുറച്ച് പേടിക്കണം. ഏകദേശം ഒരു 300 ചില്ലാനം കിലോമീറ്റർ ഉണ്ടാവില്ല പോകാൻ. അപ്പോൾ 2 മണിയാണ് ഗൂഗിളത്തെ ചേച്ചി കാണിച്ചിരുന്നത്. എത്ര മണിക്ക് എത്തുന്നുള്ളത് കണ്ടറിയാം. റോഡിൻ്റെ ഒക്കെ അവസ്ഥ നമുക്ക് അറിയാത്തതുകൊണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഉപ്മാവും ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചത്. എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഷെഫിനെ ഒന്ന് വിളിച്ചിട്ട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി പോകണം. പുള്ളിയുടെ സെറ്റപ്പിന് बाय. धन्यवाद. थैंक यू सर. आपका डिशेस वेरी टेस्टी था. हाँ फिर भी आऊँगा. हम अभी जैसलमेर जा रहा है और वापस इसी रास्ता से भी होगा. दूसरा रास्ता अभी सोचने में नहीं है. नाम क्या है भाई? नाम क्या है? दीपक सिंह. आप कौन सा गाँव है? उत्तराखंड. मैंने चेहरा देखकर मैंने सोचा आप राजस्थान वाला नहीं है, इसलिए मैंने अभी भी पूछ रहा हूँ. नैनीताल डिस्ट्रिक्ट. नैनीताल में हम लोग आएंगे. जरूर सर, जरूर आइए. धन्यवाद एक बात. थैंक यू सर. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ ഓണറോട് മാഷ് നേരത്തെ കണ്ട വണ്ടികളെ പറ്റി ചോദിക്കുന്നത്. സംഭവം സെറ്റാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഗോശാലയുണ്ട്. അവിടേക്ക് പുല്ലുമായിട്ട് പോകുന്ന വണ്ടികളാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പിക്കപ്പുകളെല്ലാം. മൂടി കെട്ടി കൊണ്ടുവരുന്ന വണ്ടികൾ കാണിച്ചു. അത് ജയ്സാൽമീറിലേക്ക് പോകുന്ന വഴിക്കുള്ള ചെറിയൊരു കാഴ്ചയാണത്. മാർബിൾ കോറിയാണെന്ന് തോന്നുന്നു, കാണുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം അത് വ്യക്തമാണെന്ന് അറിയില്ല. പല വഴിയിലൊക്കെ പല ഭാഗത്തും പാറക്കല്ലുകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ചെത്തി മിനുക്കിയെടുത്ത ഗ്രാനൈറ്റ് പോലെ അല്ലെങ്കിൽ മാർബിൾ പോലെയുള്ള കല്ലുകളും ഒക്കെ ഇട്ടിട്ടുണ്ട് റോഡ് സൈഡിൽ പല ഭാഗത്തും. ഗ്രാനൈറ്റിന്റെ കോറിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ചെത്തിയെടുത്ത അടയാളങ്ങൾ കാണാണ്ട്. അതിന്റെ മുകളിലേക്ക് നോക്ക്, കറങ്ങണ നോക്ക്. അത് കിളിയാണ്. അത് കിളി വെറുതെ ഇരിക്കല്ലേ? അല്ല, അത് ഒറിജിനൽ അല്ല. കിളിയുടെ ഒരു ഇതാണ്. കിളികളുണ്ട് അല്ലേ? ഇതാണ് രാജസ്ഥാനിലെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി അത്ര ഒരു ഇത് ധാരണ വരുന്നുള്ളൂ. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തെയൊക്കെ പോലെ കറങ്ങുന്നുണ്ട്. അതിന്റെ മുകളിൽ മയിലിന്റെ ഒരു എംബ്ലം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഉയരമുണ്ട്. അതിൽ കിളികൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് 2-3 സ്ഥലത്ത് ഇത് കണ്ടു. എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു. പക്ഷെ അതൊന്നും ഫോട്ടോ എടുക്കണ്ടാവുന്ന കരുതണോ? രാജസ്ഥാനിലേക്ക് പോണ വഴിയാണ്. സകല ഒട്ടകങ്ങളാണ് റോട്ടിൽ കൂടെ. നമ്മൾ ഇടയിലെ ഒട്ടകങ്ങളെ കണ്ടിരുന്നു. നമ്മൾ അപ്പോൾ ഒന്നും എടുത്തില്ല. ഇതൊന്ന് എടുത്തതാണ്. ഇതിന്റെ ഉള്ളിൽ പറമ്പിൽ മൊത്തം ഒട്ടകമാണ്. പക്ഷേ ബാക്കിലേക്ക് നോക്കി. അതെ, കുറെ ഒട്ടകങ്ങൾ അവിടെ മേയുന്നുണ്ട്. ഗ്രാമീണർ മേയാൻ വേണ്ടി വിട്ടതായിരിക്കാം ഒരു പക്ഷേ, അല്ലേ?
നേതാവ് പട്ടനാടാണ് ആ വെളുത്തത് ഉണ്ടല്ലേ കൊമ്പുള്ളത്. വീഡിയോ അവിടെ കട്ട് ചെയ്യോ? വോയിസ് കട്ട് ചെയ്യാൻ രണ്ട് തരം ഉണ്ടായില്ലേ അല്ലേ? ആടന്നെ ചെമ്മരിയാടുണ്ട്, സാധാ ആട്. സാധാ ആടുണ്ട്. സാധാ ആടിന് പ്രത്യേകത ഉണ്ട്, തൊപ്പ കൂടുതൽ. ശ്രദ്ധിച്ചോ? അതെ അതെ അതെ, നീളമുള്ള തൊപ്പയാണ്. ഭംഗിയുണ്ട് അല്ലേ? ഗ്രാമീണ ആട്ടിടയൻ. ഒന്ന് സംസാരിച്ചു നോക്ക് ഗിരി. എന്ത് സംസാരിക്കണം? എന്താണ് വെറുതെ പേരൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ നമ്മൾ കുൽധാരയിലേക്ക് എത്തിയിട്ടുണ്ട്. കുൽധാര. ഇനി കുൽധാരയുടെ ഉള്ളിലുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ടറിയാം. എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ഈ കുൽധാരയെ പ്രേതഗ്രാമം എന്ന് വിളിക്കുന്നത്? നഗരത്തിലേക്കുള്ള എൻട്രൻസ് ആണത്, കണ്ടില്ലേ? അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രേതങ്ങളുടെ ഒപ്പം ഫോട്ടോ എടുക്കാന്നൊക്കെ പറയണം. എന്തായാലും ചോദിച്ചു നോക്കാം നമുക്ക്. गिरीश लाल सेठ हो? सेठ नहीं, मैं टीचर हूँ. अच्छा आप टीचर हो, लेकिन गिरीश लाल बोलते हैं ना, हमारे यहाँ सेठ लगाते हैं. अच्छा जी. यहाँ कितना देर घूमना पड़ेगा? ये रोड है ना 1.5 किलोमीटर अंदर जाएगी जी. फिर वहाँ गाड़ी खड़ी कर फिर यहाँ का चरित्र क्या है अब बताओ ना. स्टोरी. हाँ हाँ साहब अब स्टोरी तो ये 400 साल पुराना है. हाँ तो आज के समय में 400 साल में कितने गाइड पलट गए. बिल्कुल. हाँ हाँ ठीक है, तो आप पहले जाओ अंदर घूम के आ जाओ. फिर बाबा बैठे हैं ना, बाबा मेरे पिताजी है, हाँ हाँ. उसके पास आप 10 मिनट रुकना, आपको पूरी कथा सुनाएंगे. अच्छा ठीक है ना? ठीक है बिल्कुल. ये अबे 15-20 मिनट की कथा है, पूरी आपको समझाएंगे हाँ हाँ कि कैसे थे, क्यों गए, राजा ने अत्याचार किया, कैसे गए, किधर गए, सब बताना. कहाँ से? केरला से हो? हाँ केरला से. അങ്ങനെ നമ്മൾ പ്രേതഗ്രാമത്തിനുള്ളിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ജുറാസിക് കാക്ടസ് പാർക്ക് അതിവിടെ അടുത്ത് തുടങ്ങിയതാണ്. 2010 മറ്റോ തുടങ്ങിയതാണ്. വേണമെങ്കിൽ കയറി കാണാമെന്ന് മാത്രം. ജുറാസിക് കാക്ടസ് വലിയ രീതിയിൽ കാക്ടസ് എന്ന് വെച്ചാൽ കള്ളിമുൾച്ചെടി ഉണ്ടല്ലോ, ആ കള്ളിമുൾച്ചെടി ഉണ്ടാവും അവിടെ. അതാണ് സംഭവം. നോക്കണം വേണ്ടല്ലോ. തിരിച്ചു വരുമ്പോൾ നോക്കാം. നമുക്ക് ആ ഗ്രാമത്തിലേക്കൊന്ന് പോവാം. ഗ്രാമത്തിന്റെ എന്താണ് സംഭവം? ഇതെന്ന് പറയുന്നത് ഇതൊരു പ്രേതബാധയുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ഗ്രാമവാസികൾ കണക്കാക്കുന്നത്. പല്ലിവാൽ എന്ന് പറയുന്ന ബ്രാഹ്മണ സമൂഹം മുമ്പ് ഇവിടെ താമസിച്ചിരുന്നു. 13-ാം നൂറ്റാണ്ട് മുതൽ അവരിവിടെ ഉണ്ട്. 19-ാം നൂറ്റാണ്ട് വരെ അവരിവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അവരെന്തുകൊണ്ട് ഉപേക്ഷിച്ചു പോയി എന്നുള്ളതിന് പല തരത്തിലുള്ള കഥകളുണ്ട്. അതിൽ 2 കഥയാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ കഥ എന്ന് പറയുന്നത്, ഒന്ന് ജലത്തിന്റെ ദൗർലഭ്യം കൊണ്ടോ അല്ലെങ്കിൽ ഭൂമി ഉലുക്കം കൊണ്ടോ ഇതിന് നാശം സംഭവിച്ചിട്ടുണ്ടാവാം. അങ്ങനെ നാശം സംഭവിച്ചപ്പോൾ മൊത്തം അവരിവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. രണ്ടാമത്തെ വേർഷൻ എന്ന് പറയുന്നത്, അന്നത്തെ ജയ്സാൽമീർ രാജാവിന്റെ ദിവാൻ ഇവിടുത്തെ ഗ്രാമമുഖ്യന്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് വലിയ ആഗ്രഹം വരികയുണ്ടായി. കാരണം വളരെ സുന്ദരിയായിരുന്നു ഗ്രാമമുഖ്യന്റെ മകള്. അപ്പോൾ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ദിവാന്റെ ആഗ്രഹത്തോട് ഇവര് ബ്രാഹ്മണന്മാരാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ബാലി എന്ന് പറയുന്ന സ്ഥലത്ത്, രാജസ്ഥാനിൽ തന്നെയാണ് ബാലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ളവരാണ് അവർ എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അതിനോട് വിമുഖത കാണിച്ചു. അപ്പോൾ രാജാവിൻ്റെ അധികാരവും മറ്റുമൊക്കെ ഉപയോഗിച്ച് അവർ പലതരത്തിലുള്ള തർക്കങ്ങളും മറ്റുമൊക്കെ ഉയർന്നു വരാൻ ഡിസ്പ്യൂട്ടിലേക്ക് നീങ്ങിയപ്പോൾ ഇവരിവിടുന്ന് പ്രാണരക്ഷാർത്ഥം ഈ സ്ഥലം വിട്ടുപോവുകയാണ് ഉണ്ടായത് എന്നാണ്
പറയപ്പെടുന്നത്. അപ്പോൾ ശപിച്ചാണ് പോയത്. ഈ സ്ഥലത്ത് ഇനി ആരും ജീവിക്കരുത്, ഒരു ബ്രാഹ്മണ ശാപം ഏറ്റുവാങ്ങിയ ഭൂമി കൂടിയാണ് എന്ന് പറയുന്നു. അന്നത്തെ കാലത്തെ അവരുടെ വീടുകളും മറ്റും ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുഴുവനും സൂക്ഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രമൊക്കെ അറിയാവുന്ന ഒരു വയസ്സായ ഒരാളാണ് നമ്മളവിടെ എൻട്രൻസിൻ്റെ അവിടെ കണ്ടത്. അവിടെ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പരിചരണത്തിന്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ സംഭവം ഓൾറെഡി ഉള്ളത് അതെ. ഇത്രേ ഉള്ളൂ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് വാഹനം പോയൊരു പാടുണ്ട്, പോയി നോക്കാം. അന്ന് രാത്രി വളരെ വിചിത്രമായ അനുഭവങ്ങളാണ് ഉണ്ടായത്. നിഴലുകൾ നടക്കുന്നത് പോലെ, ചില അപശബ്ദങ്ങൾ, അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അവർ പേടിച്ചിട്ട് ഇവിടുന്ന് പോയി. താമസിക്കാൻ കൊള്ളാവുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത്. പിന്നെ പല സിനിമകളിലൊക്കെ അത്തരത്തിലുള്ള സിനിമകളിലുള്ള രംഗങ്ങളൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തമിഴിലെ ധീരൻ എന്നുള്ള സിനിമയൊക്കെ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. അതുപോലെ ബോർഡർ എന്നുള്ള സിനിമ ഉണ്ടല്ലോ, ബോർഡർ എന്ന സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത്ര ചില ഭാഗങ്ങൾ മാത്രം, ബാക്കിയുള്ളതൊക്കെ ലോങ്കിവാല എന്ന് പറയുന്ന യുദ്ധസ്മാരകത്തിൽ ബേസ് ചെയ്തിട്ടാണ്. ഒറ്റ തകർന്ന് തരിപ്പണായിട്ടുണ്ട് അല്ലേ മൊത്തം? ഇതൊന്നും നമ്മുടെ ഒരു യൂട്യൂബ് ബ്ലോഗേഴ്സ് ഒന്നും കാണിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. കേരളത്തിൽ നിന്നുള്ള അല്ലേ, മലയാളികൾ ആരും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല. ഇതായിരുന്നു ഇത്ര ഗ്രാമമുഖ്യൻ്റെ വീട് സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്തതാണ്, കാരണം ഇതിൽ പൊളിവും കാര്യങ്ങളൊന്നുമില്ല, ഫ്രഷ് ആയിട്ട് തന്നെ കാണാണ്ട്. മൊത്തം തകർത്തിട്ടേക്കാണ്. അല്ല സത്യം അല്ലേ? എന്തായാലും ദൂരം നമ്മൾ ഇടും. ഇത് ഇതുവരെ നമ്മുടെ മലയാളി വ്ളോഗേഴ്സ് ആരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഈ സ്ഥലത്തേക്ക് വന്നിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. കുൽധാര
കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ. പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ള നമുക്കറിയില്ല. എന്തായാലും ഇപ്പം ഇതാണ് അവസ്ഥ. ഓ, ഇതെടുത്താളം ഫോട്ടോ എടുക്കണ്ട. പ്രേതം ഉണ്ടാവും, പ്രേതം ഉണ്ടാവും ചിലപ്പോൾ. പണ്ട് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? സ്റ്റെപ്പ് വേറെ വെറൈറ്റി ആണല്ലോ. പക്ഷേ ഇതെന്താ വെച്ചാൽ അന്നത്തെ കാലത്തെ ഒരു ഇത് റിക്രിയേറ്റ് ചെയ്തോ എങ്ങനെയായിരിക്കും ഒരു വീട് എന്നുള്ളത് അത് കാണിക്കാൻ വേണ്ടിട്ടല്ലേ. ഒരു പ്രമുഖ വീട് അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലെ കുറച്ച് വലിയ ഒരാളുടെ വീട്. ഓക്കെ, ഇതാണ് ചുറ്റും. ഇതാണ് ഇതിൻ്റെ വ്യൂ കേട്ടോ മൊത്തത്തിൽ. പ്രേതങ്ങളാണോ മനുഷ്യപ്രേതങ്ങളാണോ വന്നിരുന്നിട്ട് തീരുമാനമാവണം എന്നുള്ളത് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഫുള്ള് പൊട്ടിയ ബിയർ ബോട്ടിലും അങ്ങനെ കുറേ ഐറ്റംസാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ നിന്ന് കയറി വന്നപ്പോൾ നോക്കണ ആൾ പറഞ്ഞത് നമ്മുടെ അടുത്ത് പ്രേതങ്ങളെ കൂടെ ഫോട്ടോ എടുക്കാന്ന് കേട്ടോ. ആളുദ്ദേശിച്ച പ്രേതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വീടുകളായിരിക്കും. പക്ഷെ ഒരു സംഭവമാണ് കേട്ടോ ഇത്. രക്ഷയില്ലാത്തൊരു പ്രത്യേകതരം എന്താ പറയുക, വന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. ഇതുണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ പ്രേതങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യപ്രേതങ്ങളാണ് ഉള്ളത്, നമ്മുടെ പോലത്തെ ഇരുകാലി പ്രേതം. രണ്ട് വിദേശികളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുൽധാരയുടെ വിശേഷങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാനായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.